സാറിൻ്റെ ഫാമിലി എങ്ങനെയാണ്? പിന്നെ അച്ഛൻ ബാപ്പ ബാപ്പ മരിച്ചിരിക്കുകയാണ്. മരിച്ചിരിക്കുക. പേര് മൊയ്തീൻ കുഞ്ഞ്. ഉമ്മ ഉമ്മയുണ്ട്. ഉമ്മൻ്റെ പേര് നഫീസ. എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേരുണ്ട് ബ്രദേഴ്സ്. ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാം സൗദിയിലിരിക്കുകയാണ്, ജുബൈയിൽ ജോബിൽ. അവർ സാധാരണ ഫാമിലി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഞാൻ 5-8 കൊല്ലം സൗദിയിൽ ജോലി ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ ജോയിൻ ആയിരുന്നു. എന്തുകൊണ്ട് ഇപ്പോഴും സൗദിയിൽ ഇരിക്കാതെ ഇങ്ങോട്ട് വന്നു? അല്ല, നാടിൻ്റെ ആ ഇത് സൗദിയിൽ കിട്ടത്തില്ല. ഇല്ല, ആ നാടിൻ്റെ അവരിഷ്ടം. അതുകൊണ്ട് എപ്പോഴും ഞാൻ പോയ ഉടനെ ഞാൻ ഉദ്ദേശത്തിലുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് വന്നിട്ട് നാട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ഈ ഹോട്ടൽ ഫീൽഡ് നല്ല ഇത് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഇവരൊക്കെ. സൗദിയിൽ ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതൊരു വാട്ടർ സപ്ലൈൻ്റെ കമ്പനി. അതിലൊരു ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നു. 8 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഒരു കടയിലുണ്ടായിരുന്നു, വരുമ്പോഴേക്ക് അടച്ചിട്ട്. എൻ്റെ ബ്രദേഴ്സിൻ്റെ കടയിലുണ്ട് ഇപ്പോൾ. എൻ്റെ ബ്രദർ പക്ഷേ അനിയന്മാരെല്ലാം നല്ല ജോബിലിരിക്കുകയാണ്. അവരൊക്കെ അവിടെ സൗദിയിൽ നല്ല ജോബിലിരിക്കുകയാണ്. അതെ. അപ്പോൾ പിന്നെ ഫാമിലി ഉണ്ടോ? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചു. 2 കുട്ടികൾ. ഭാര്യയുടെ പേര് നസ്രീൻ. കുട്ടീൻ്റെ മൊയ്തീൻ, റെഹാൻ, നഫീസ, അരിത. അവരെന്ത് ചെയ്യുന്നു? അത് വലിയ കുട്ടി LKG പഠിക്കുകയാണ്. വലിയ കുട്ടി എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കുട്ടി അങ്ങ് പോയതുപോലെ. വലിയ കുട്ടി ചെറിയത് 1.5 വയസ്സായത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ? ഞങ്ങൾക്ക് വേറെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത് ബേക്കറി ഉണ്ട്. സൽസ ബേക്കറി സൽസ ബേക്കറി. അപ്പോൾ ബേക്കറി ആണോ ആദ്യം തുടങ്ങിയത്? ഹോട്ടലാണോ? ഹോട്ടലിൽ നിന്ന് എങ്ങനെയാണ് ബേക്കറിയിലോട്ട് അത് ഫുഡ് രണ്ടും ഫുഡാണ്, പക്ഷെ അത് റെഡി ടു സർവ്. ഇത് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്, അത്രേ വ്യത്യാസമുള്ളൂ. അത് സെർവ് അത് കാലപ്പഴക്കം ചെയ്താലും ഇരുന്നോളും. ബേക്കറി ആകുമ്പോൾ നാൾ ഇരുന്നോളും. ഇതാകുമ്പോൾ ഇന്നവിടെ അതോ ഇന്നിവിടെ കഴിഞ്ഞത് നാളെയും ഉണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുമോ? ബേക്കറി ഇല്ല, അത് വയ്ക്കാൻ പറ്റത്തില്ല. ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്ര നാൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാളാണ്? 84 ആണ്. ഇതല്ല, അത് ഫസ്റ്റ് കട. ഇതും 15 വർഷമായി. 15 വർഷമായി. അന്ന് തൊട്ടേ കൂടെ ഉണ്ട്? അടുത്തിട്ട് 5 കൊല്ലം. 5 കൊല്ലം ഇതിലോട്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് കമ്പനി ആയിരുന്നു? ഇവിടെ കുറച്ച് ജോലിയെല്ലാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2-3 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ട് സൗദി പോയി. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? അല്ല, ഞാൻ ഇവിടെ ഒരു സ്ഥാപനത്തിൽ ഞാനിതിൽ മാനേജറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കാമെന്ന് തോന്നി. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. കൊള്ളാം. നിങ്ങളുടെ മാത്രമാണോ വേറെ പാർട്ട്നേഴ്സ് ഉണ്ടോ? വേറെ കടയിൽ വേറെ പാർട്ട്നേഴ്സ് ഉണ്ട്. വേറെ കടകളുണ്ട്? വേറെ കടകൾ. അതെന്തോ കടയാണ്? അത് റെസ്റ്റോറൻറ്റ് തന്നെ. ഒരു 5 കടയുണ്ട്. 5 കടയുണ്ട്. അതിവിടെ തന്നെയാണോ? ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് തന്നെ. അതിൻ്റെയൊക്കെ പേരെന്താണ്? സമക്ക് ഡൈൻ, സമക്ക് റെസ്റ്റോറൻറ്റ്, സഫ ഡൈൻ, 5 കടയുണ്ട്. എല്ലാം സായിലാണ്. സമ്മതിച്ചു. അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ്, എന്തൊക്കെ ആഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇവിടെ? ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ മലബാർ മീൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഫിഷ് കറി, ഫിഷ് ഐറ്റം. പിന്നെ ഫിഷിൽ എല്ലാ വെറൈറ്റി ഉണ്ടാക്കും. ഫിഷ് എവിടെ നിന്ന് വാങ്ങിക്കുന്നു? ഇവിടെ മാർക്കറ്റിൽ ഫ്രഷ് ഫിഷ് കിട്ടും. മാർക്കറ്റിൽ ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. ഫിഷ് ഇവിടെ ഫിഷിൻ്റെ മെയിൻ ഇതാണല്ലോ. ഇവിടുത്തെ മെയിൻ ഒരു ഇൻഡസ്ട്രി ഇതാണിത്, ഒരു തൊഴിലാണിത്. എന്തൊക്കെ ഫിഷ് കിട്ടും ഇവിടെ? ഇവിടുന്ന് പാപ്ലേറ്റ് എന്ന് പറയുന്നത്, മാഞ്ചി എന്ന് പറയും പാപ്ലേറ്റ്, അയക്കൂറ, പിന്നെ ബംഗുട, പ്രോൺസ്, സ്ക്വിഡ്, അങ്ങനെ എല്ലാ മീനും കിട്ടും. എല്ലാതരം മീനുകളും കിട്ടും. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ നിന്നാണോ കഴിക്കുന്നത്? ഇവിടെ നിന്ന് കഴിക്കും. കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം അല്ലേ? അപ്പം ചായ ഊണ് കഴിക്കുന്ന ആൾക്ക് ചായ കോഫി കൊടുക്കും. അവർ ആവശ്യം സുലൈമാനി കൊടുക്കും. ലൈം ടീ കൊടുക്കും. ജ്യൂസ് ഐറ്റംസ് കുറച്ച് കൊടുക്കും. മിൽക്ക് ഷേക്ക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പിന്നെ എത്ര ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് പാചകക്കാർ
പാചകം ഇപ്പം ചൈനീസിൻ്റെ കാര്യം പറഞ്ഞു. ചൈന ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക പ്രാവീണ്യം പ്രാപിച്ചവർ പ്രഗത്ഭർ അത് ഉണ്ടാക്കാനായിട്ട് അവരിവിടെ ഉണ്ട് അല്ലേ, അവർ ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനും ഉണ്ട്. ഇവിടെ സാധാരണ എത്ര ലേബേഴ്സ് ഉണ്ട്? ലേബേഴ്സ് ഒരു 10-15 ഈ കോട്ടെടുത്ത വരും. അവർ എല്ലാം വളരെ കൃത്യനിഷ്ഠമായിട്ട് തന്നെ അവരുടെ ജോലികളെല്ലാം ചെയ്യുന്നു. കാരണം അവരും നിങ്ങളോട്ടൊരു അകലം, വലിയ അകലം ഇല്ല. അതാണല്ലോ ഒരു ബിസിനസ്സിന്റെ വിജയം എന്ന് പറയുന്നത്. അത് വലിയ ഈ ഹോട്ടലിൽ പറയുന്നത് ഈ ലേബർ ഇൻറ്റൻസീവ് ആണ്. കാരണം കൂടുതൽ ലേബറെ ഡിപ്പെൻഡ് ആയിട്ടാണ് ഇത്. ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്, ലേബർ കിട്ടാനില്ല കേരളത്തിലും അതേപോലെ ഇവിടെയും. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അത് അവർ ഇപ്പോഴേ കൂടുതൽ ആൾക്കാർ വേറെ ജോലി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ഈ ഹോട്ടൽ ജോലി ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. പാചകവും പിന്നെ ഇങ്ങനെ ക്ലീനിങ്ങും സപ്ലൈ എല്ലാം ആകുമ്പോൾ ഇഷ്ടക്കുറവായിരിക്കും അതിന് കാരണം. വേറെ എപ്പോഴാണ് സാധാരണ നടത്തുന്നത്? അല്ല, ക്ലീനിങ് പറഞ്ഞാൽ ഈ ഫുഡ് കൊടുക്കുന്ന ടേബിൾ അതിൽ ക്ലീനിങ് കണ്ടിന്യൂസ് ആണ്. ഹോട്ടലിൽ മൊത്തമായി 2 പ്രാവശ്യം ക്ലീൻ ചെയ്യും, രാവിലെയും ചെയ്യും. ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ക്ലീനിങ്ങിലാണ് ഇരിക്കുന്നത്. നമ്മൾ വൃത്തിയായിട്ട് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് അല്ലേ, എല്ലാം വൃത്തിയായി കൊടുക്കണം, ഇല്ലെങ്കിൽ ബിസിനസ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പാചകത്തിന് ഇപ്പോൾ ആളെ കിട്ടിയില്ല, അല്ലെങ്കിൽ അയാൾ 2 ദിവസം ലീവാണ്, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അല്ല, ഇപ്പോൾ ഞങ്ങൾ വേറെ കടയെല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമാകും. ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ആക്കി അങ്ങോട്ട് ഒരേ കടയുള്ളവർക്ക് കുറച്ച് വലിയ പ്രശ്നമാവും. അങ്ങനെ ഉണ്ടായാലും അങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും, ഒരാളെ അങ്ങനെ ചെയ്യും. അപ്പം പിന്നെ ഈ ബേക്കറി, ഇനി ബേക്കറിയിലോട്ട് കിടക്കാം. ബേക്കറി ആകുമ്പോഴത്തേക്ക് ഈ ആവോളം ഇരിക്കണ്ട, അങ്ങനെ ഇരുന്നോളും. അത് അങ്ങനെ ഇരുന്നോളൂ. പിന്നെ കൂടുതൽ ലേബർ അത്ര കൂടുതൽ വേണ്ട. പിന്നെ കുറേ ഫുഡ് നമ്മൾക്ക് പുറത്ത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫുഡ് ഹോം ഫുഡ്, ഹോം മെയ്ഡ് ഫുഡെല്ലാം ഉണ്ടാക്കി ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കുന്നത് കേക്കെല്ലാം ഇല്ല, അവിടെ ഹോം മെയ്ഡാണ്. അത് അവർ ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യും. അപ്പോൾ അത് കുറച്ച് ബൾക്കായിട്ട് എടുക്കും, ദിവസം എടുക്കും. കുറച്ച് ഐറ്റം ഉണ്ടാക്കും. ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പ്ലം കേക്കാണോ, പിന്നെ മറ്റേ അല്ലാതെയുള്ള പേസ്ട്രീസ് ആണ് കൂടുതൽ ചിലവ് ആണല്ലേ? പിന്നെ ഈ ബർത്ത്ഡേ കേക്ക് അങ്ങനെല്ലാം ഉണ്ടാക്കും, അത് കൊടുക്കും. അപ്പോൾ പേരൊക്കെ എഴുതി ഇങ്ങനെ അതിന്റെ നേരത്തെ അറിയിക്കണമെന്ന് മാത്രം. നേരത്തെ അറിയിക്കണം, ഒരു ദിവസം അറിയിച്ചാൽ അതെല്ലാം ആക്കി കൊടുക്കും. ഹോട്ടലിൽ പാർട്ടി നടത്താറുണ്ടോ? ഹോട്ടലിൽ അത്ര സൗകര്യമില്ല, പക്ഷെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. കാറ്ററിംഗ് സർവീസ് ചെയ്യും.